നമസ്കാരം. നക്ഷത്രഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024 ജനുവരി മാസം 9-ാം തീയതി തൃക്കേട്ട് നക്ഷത്രമാണ് വരുന്നത്. 12 രാശിയിൽ വരുന്നവർക്ക് എന്തെല്ലാം ഫലങ്ങളാണെന്ന് നോക്കാം. മേടൻ രാശി അശ്വതി, ഭരണി, കാർത്തികക്കാൽ. ഈ രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല. ചന്ദ്രൻ അഷ്ടമത്തിലൂടെ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തടസ്സങ്ങളെല്ലാം നേരിടേണ്ടി വരാനുള്ള സാധ്യത കൂടുതലാണ്. പല കാര്യങ്ങളും മുടങ്ങിപ്പോകാനും യോഗമുള്ളൊരു ദിവസമാണ്. പുതിയ ഒരു കാര്യവും ഇന്ന് തുടങ്ങാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. യാത്രകൾക്കൊക്കെ വിഘ്നം ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. മനക്ലേശവും ടെൻഷനും ഇന്നത്തെ ദിവസം കൂടുതലായിരിക്കുകയും ചെയ്യും. വൃശ്ചികരാശി ചന്ദ്രൻ്റെ നീചരാശി കൂടി ആയതുകൊണ്ട് തന്നെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും ടെൻഷനും ഒക്കെ ഇന്ന് കൂടുതലായി വരാനുള്ള സാധ്യത കൂടുതലാണ്. വ്യാഴം ജന്മത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ചെറിയ കാര്യങ്ങളൊക്കെ ദൈവാധീനം കൊണ്ട് നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സുഹൃത്തുക്കളെ കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇടവൻ രാശി കാർത്തിക, മുക്കാല്, രോഹിണി, മകീരം, മര. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും സുഹൃത്തുക്കളെ കൊണ്ട് പല നേട്ടങ്ങളുണ്ടാവാനും പാർട്ട്ണർഷിപ്പ് ബിസിനസ് ലാഭകരമായിട്ട് മാറാനും ഓഹരി ഇടപാടുകളിൽ നേട്ടം കൈവരിക്കാനും പുതിയ വാഹനം വാങ്ങാനും എല്ലാം അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. അവിവാഹിതരുടെ വിവാഹ കാര്യത്തിലെല്ലാം തീരുമാനമുണ്ടാവാനും പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാനൊക്കെ ഇന്നത്തെ ദിവസം വളരെ സാധ്യതയുള്ള ഒരു ദിവസമാണ്. കലാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ രംഗങ്ങളിലെല്ലാം ശോഭിക്കാൻ സാധിക്കും. സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യത കാണുന്നുണ്ട്. മിഥുനരാശി മകീര, തിരുവാതിര, പുണർദം, മുക്കാൽ. ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളെല്ലാം പ്രതീക്ഷിക്കാം. വ്യാഴം 11-ൽ സർവാഭിഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് ദൈവാധീനം ഏറ്റവും അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് പല പ്രശ്നങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ചെറിയ ടെൻഷനും മനക്ലേശമൊക്കെ ഉണ്ടാവാം. സാമ്പത്തിക ഞെരുക്കം ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. സാമ്പത്തിക ഇടപാടുകളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പഠനത്തിൽ അലസരാവാനും അല്ലെങ്കിൽ മടി തോന്നാനൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ്. ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. തൊഴിൽ രംഗത്തും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമെങ്കിലും ഈശ്വരാധീനം കൊണ്ട് അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. കർക്കിടകരാശി പുണർദം, കാല്, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് സ്ഥാനക്കയറ്റവും സാമ്പത്തിക നേട്ടവും എല്ലാം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. കുടുംബജീവിതം സമാധാനം നിറഞ്ഞതായിരിക്കും. എല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോടുകൂടി ചെയ്തു തീർക്കാനൊക്കെ സാധിക്കുന്ന ഒരു ദിവസമാണ്. ഓഹരി ഇടപാടുകൾ ലാഭകരമായിട്ട് മാറും. പുതിയ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണ്. ഉല്ലാസയാത്രയിൽ പങ്കെടുക്കാനും സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ രംഗത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനും കൂടുതൽ അധ്വാന ഭാരം വർദ്ധിക്കാനോ അല്ലെങ്കിൽ പല മേഖലയിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ദൈവാധീനം ഉള്ള ഒരു സമയമാണെങ്കിലും പ്രാർത്ഥനകളിൽ വഴിപാടുകളെല്ലാം മുടങ്ങാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. ചിങ്ങൻ രാശി മകം, പൂരം, ഉത്രത്തിൽക്കാല്. ഈ നക്ഷത്രക്കാർക്ക് ധാരാളം യാത്രകൾക്ക് സാധ്യതയുള്ള ഒരു ദിവസമാണ്. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യമൊക്കെ നിലനിൽക്കുന്ന ഒരു ദിവസമാണ്. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. പുതിയ വീട് നിർമ്മിക്കാനോ വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഇന്നത്തെ ദിവസം ശ്രമിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നേടിയെടുക്കാൻ സാധിക്കും. ഉല്ലാസയാത്രക്കൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. കുടുംബജീവിതം സമാധാനം നിറഞ്ഞതായിരിക്കും. ഭാഗ്യം, ഈശ്വരാധീനമൊക്കെ അനുകൂലമായിട്ടുള്ളൊരു കാലമാണ്. ഈ സമയം ഗുണകരമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതെല്ലാം അനുകൂലമായിട്ട് വരികയും സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ സാധിക്കുകയും പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനുമൊക്കെ യോഗമുള്ളൊരു ദിവസമാണ് ഇന്ന്. കന്നിരാശി ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് പ്രതീക്ഷിക്കാത്ത പല സഹായങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. സഹോദരനെ കൊണ്ട് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. സാമ്പത്തിക പുരോഗതി കൈവരിക്കാനൊക്കെ സാധിക്കും. ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. ഭാഗ്യം അനുകൂലമായിട്ട് വരുന്നൊരു ദിവസമാണ്. ഓഹരി ഇടപാടുകളെല്ലാം അല്ലെങ്കിൽ ഷെയർ ബിസിനസ്സൊക്കെ ലാഭകരമായിട്ട് മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. ദൈവാധീനം കുറഞ്ഞ ഒരു സമയമാണ്. അതുകൊണ്ട് പ്രാർത്ഥനകളും വഴിപാടുകളെല്ലാം മുടങ്ങാതെ നടത്താൻ ശ്രദ്ധിക്കുക. കുടുംബക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നത് വളരെയധികം ഗുണകരമാണ്. വീട്ടിൽ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവുമെങ്കിലും അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ആരോഗ്യ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. തുലാം രാശി ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാൽ. ഈ നക്ഷത്രക്കാർക്ക്
പഠനകാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കാനും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലെല്ലാം ഉന്നത വിജയം നേടാനും പുതിയ കരാറുകളിൽ ഏർപ്പെടാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. സാമ്പത്തിക ഇടപാടുകളെല്ലാം ലാഭകരമായിട്ട് മാറും. പുതിയ വിഷയം പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. കുടുംബജീവിതം സമാധാനം നിറഞ്ഞതായിരിക്കും. ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ തീരുമാനത്തിലെത്താൻ സാധിക്കുന്നതാണ്. പല ചർച്ചകളും ഇന്നലെ വരെ പൂർത്തിയാക്കാതിരുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് തീരുമാനത്തിലെത്തിച്ചേരാനൊക്കെ സാധിക്കുന്നതാണ്. പ്രതീക്ഷിക്കുന്ന പോലെ പല കാര്യങ്ങളും നടക്കുന്ന ശുഭകരമായിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന്. വൃശ്ചിക രാശി, സ്ഥാനക്കയറ്റവും സാമ്പത്തിക നേട്ടവും എല്ലാം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. കുടുംബജീവിതം സമാധാനം നിറഞ്ഞതായിരിക്കും. എല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോടുകൂടി ചെയ്തു തീർക്കാനൊക്കെ സാധിക്കുന്ന ഒരു ദിവസമാണ്. ഓഹരി ഇടപാടുകൾ ലാഭകരമായിട്ട് മാറും. പുതിയ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണ്. ഉല്ലാസയാത്രയിൽ പങ്കെടുക്കാനും സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ രംഗത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനും കൂടുതൽ അധ്വാന ഭാരം വർദ്ധിക്കാനോ അല്ലെങ്കിൽ പല മേഖലയിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ദൈവാധീനം ഉള്ള ഒരു സമയമാണെങ്കിലും പ്രാർത്ഥനകളിൽ വഴിപാടുകളെല്ലാം മുടങ്ങാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാല്. ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് അനാവശ്യ ചെലവുകളെല്ലാം വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചെറിയ ചെറിയ യാത്രകളും ആവശ്യമായിട്ട് വരാൻ യോഗം കാണുന്നുണ്ട്. വിചാരിക്കാത്ത പല യാത്രകളും പെട്ടെന്ന് തീരുമാനിച്ച് നടത്തേണ്ടി വരാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. പണമിടപാടുകൾ വളരെ ശ്രദ്ധിക്കുക. യാത്രാവേളയിലും വിലപിടിച്ച വസ്തുക്കൾ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക. കുടുംബജീവിതം സമാധാനം നിറഞ്ഞതായിരിക്കും. ഭാഗ്യം, ദൈവാധീനമൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. ഈശ്വരാധീനം കൊണ്ട് കൂടുതൽ ഉത്തരവാദിത്തങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ചിലർക്ക് സ്ഥാനക്കയറ്റത്തിനൊക്കെ യോഗമുള്ളൊരു സമയമാണ്. ബന്ധുക്കളെ സന്ദർശിക്കാനും ബന്ധുക്കളുടെ ആശീർവാദത്തോടുകൂടി പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനൊക്കെ അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. നിയമകാര്യങ്ങളിലെല്ലാം തീരുമാനം ഗുണകരമായിട്ട് വരുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്ന്. മകരരാശി, ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടമര. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. പങ്കാളിയെ കൊണ്ട് പല സഹായങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. പാർട്ണർഷിപ്പ് ബിസിനസ് എല്ലാം ലാഭകരമായിട്ട് മാറും. ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിൽ ഏറെ കാലമായിട്ട് പ്രതീക്ഷിച്ചിരുന്ന കുറേ കാര്യങ്ങളൊക്കെ ഇന്ന് നേടിയെടുക്കാനൊക്കെ സഹായകരമായിട്ട് മാറുന്നൊരു ദിവസമാണ്. ഓഹരി ഇടപാടുകൾ ഗുണകരമായിട്ട് മാറും. ചലച്ചിത്ര മേഖലയിലെല്ലാം കൂടുതൽ ശോഭിക്കാനും പല അവസരങ്ങൾ ലഭിക്കാനും അംഗീകാരങ്ങൾ ലഭിക്കാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യമൊക്കെ നിലനിൽക്കുന്ന ഒരു ദിവസമാണ്. ടെൻഷനും മനക്ലേശവും ഒക്കെ മാറി പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന പോലെ ചെയ്തു തീർക്കാൻ സാധിക്കുന്ന ശുഭകരമായിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന്. കുംഭൻ രാശി, അവിട്ടര, ചതയം, പൂരട്ടാതി, മുക്കാൽ. ഈ രാശിയിൽ ജനിച്ചവർക്കെല്ലാം ഇന്നത്തെ ദിവസം തൊഴിൽപരമായിട്ടുള്ള പല മാറ്റങ്ങളും ഗുണകരമായിട്ട് മാറുന്നതാണ്. പുതിയ ജോലി ലഭിക്കാനോ അല്ലെങ്കിൽ ജോലിയിൽ മാറ്റത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കാനോ സ്ഥാനക്കയറ്റം ലഭിക്കാനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഇന്നത്തെ ദിവസം ഗുണകരമാണ്. പൊതുവെ പല കാര്യങ്ങളും തൊഴിൽ മേഖലയുമായിട്ട് അല്ലെങ്കിൽ പ്രവർത്തന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നേട്ടങ്ങളെല്ലാം കൈവരിക്കാൻ സാധിക്കുന്നൊരു ദിവസമാണ്. ചെറിയ ചെറിയ തടസ്സങ്ങൾ പല കാര്യങ്ങൾക്കും ഉണ്ടാവുമെങ്കിലും അതെല്ലാം തരണം ചെയ്ത് പോകാൻ സാധിക്കും. ഈശ്വരാധീനം കൊണ്ട് അതെല്ലാം തരണം ചെയ്യാൻ സാധിക്കുന്നൊരു ദിവസമാണ്. ചെറിയ വിഘ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് ഉത്തമമാണ്. മീനരാശി, പൂരട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ഏറ്റവും ഭാഗ്യമുള്ളൊരു ദിവസമാണ്. സ്ഥാനക്കയറ്റവും സാമ്പത്തിക പുരോഗതിയൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസം തന്നെയാണ്. ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. ഓഹരി ഇടപാടുകളെല്ലാം ഗുണകരമായിട്ട് മാറുന്നതാണ്. ചലച്ചിത്ര മേഖലയിൽ ശോഭിക്കാൻ സാധിക്കും. നിർത്തിവെച്ചിരുന്ന കാര്യങ്ങളെല്ലാം പുനരാരംഭിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. പുതിയ വാഹനം സ്വന്തമാക്കാനുള്ള സാധ്യതയൊക്കെ തെളിയുന്നതാണ്. പുതിയതായിട്ട് വീട് നിർമ്മിക്കാനോ പുതിയ വീട്ടിലേക്ക് താമസം മാറാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമാണ്. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുക, അതുമായിട്ട് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്നതെല്ലാം ഗുണകരമായിട്ട് മാറുന്ന ഒരു ദിവസമാണ്. ചെറിയ ചെറിയ വിഘ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും പരിഹാരങ്ങൾ ചെയ്യുന്നതും കുടുംബ പരദേവതയെ പ്രീതിപ്പെടുത്തുന്നതൊക്കെ ഉത്തമമാണ്. ഇതോടെ ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.